കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. മേക്കപ്പ് തീരെ ഇഷ്ടമല്ലാത്ത കുട്ടിയാണെന്ന് തോന്നുന്നു. അരയിഞ്ചടിച്ച് കയറ്റിക്കാണ് പുട്ടി. താണ്ട ഉള്ളത് പറഞ്ഞ നല്ല എണ്ണമുള്ള കുട്ടിയാണ്. ഇതിനെ വെച്ച് ഒരു പ്രീ മാരേജ് ഷൂട്ട് ചെയ്തതിന് ശേഷം ക്യാമറ കൈയോട്ട് തുറേണ്ടി വന്നിട്ടില്ല. ഫുള്ള് റെസ്റ്റ്. അന്ന് ക്യാമറ കൂടെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി വിഷ്ണു ആശാനും ഈ കുട്ടിയും തമ്മിൽ ഒരു മാച്ചും ഇല്ലെന്ന്. ഫോട്ടോയും മാച്ച് ആവാത്തത് ജീവിതത്തിൽ എങ്ങനെ മാച്ച് ആവുന്ന പറ. ഇനിയൊരു അക്ഷരം മിണ്ടിയ നിന്നെ ഞാൻ ഷൂട്ട് ചെയ്യും. എന്റെ ക്ലീറ്റസ് തുടങ്ങാം. ശരി ശരി തുടങ്ങാം. ഗുരു ഒന്ന് വന്നേ. എന്താ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഒരു സെക്കൻഡ്, ഇവന് ഭയങ്കര സംശയമുണ്ട് ഇവന്റെ കാര്യം. വാ. എന്താടാ ഇവർക്ക് എന്താ പറ്റി? എന്താടാ റെഡിയല്ലേ? ഗുരു പണി പാളിന്ന് തോന്നുന്നേ. എന്തിട്ടാടാ? വീഡിയോ ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. ഈ നേരത്താ ഇങ്ങോട്ടാണ് നീ അതിങ്ങനെ ഇത് പിടിച്ച ഈ വർക്കൂടെ കയ്യിൽ നിന്ന് പോയാ ഇനി കെട്ടിത്തൂങ്ങി ചാവാനെ നിവർത്തിയുള്ളൂ എനിക്ക്. നീ ഒരു കൊട്ടുകൂടി അങ്ങനെ തട്ടി വയ്ക്കേ. ഗുരു ഇത് അങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് ഇത് പഴയ ടെലിവിഷൻ സെറ്റ് അല്ല ഗുരു. ഇത് റിപ്പയറിങ്ങിന് കൊടുത്തേ പറ്റൂ. എടാ ഇനി വേറൊരു വഴിയില്ലേ? വേറെ ഒറ്റ വഴിയേ ഉള്ളൂ. ഈ വീഡിയോ നമുക്ക് മൊബൈലിൽ ഷൂട്ട് ചെയ്താലോ? ആരും അറിയണ്ട. ഇതിലാ പോണ അവിടെ നിന്ന് കോള് വരുന്ന സമയത്ത് പേര് പോലും തെളിയുന്ന വളരെ പാടുപെട്ടാണ്. അപ്പോഴാണ് അവൻ്റെ ഒരു വീഡിയോ എടുപ്പ്. നിന്റെ ഓരിങ്ങനത്തെ അയ്യടാ എന്റെ ദൈവമേ, സത്യാമേരെ വെടികൊണ്ട് ചാവാനാണല്ലോ എന്റെ വീതി. ഒരു വർക്ക് കിട്ടിയല്ലോ ഓർത്ത് എത്ര സന്തോഷിച്ചിരുന്നത് ഞാൻ. അല്ല ഗുരു, ഒരു വഴിയുണ്ട്. ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ നിന്ന് വീണ് കിട്ടിയ മൊബൈൽ ഫോണ് നമ്മുടെ കയ്യിൽ ഇരിക്കല്ലേ, നമുക്ക് അതിൽ ഷൂട്ട് ചെയ്താലോ? ആ മൊബൈൽ പറഞ്ഞല്ലോ എവിടെ അത്? പറ്റുമോ? രണ്ടിന്റെയും വീഡിയോ ക്വാളിറ്റി തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ ഫോണിലാണ് ഷൂട്ട് ചെയ്യണമെന്ന് അവര് കാണൂലടാ. വീഡിയോ ക്യാമറ കയ്യിൽ പിടിച്ചിട്ട് അതിന്റെ സൈഡിൽ ഫോണിന്റെ വീഡിയോ ഓണാക്കി വെച്ചാൽ മതി. ആരും അറിയില്ല. ഗുരു ധൈര്യമായിട്ടിരിക്കെ, എനിക്കിതിലൊക്കെ നല്ല എക്സ്പീരിയൻസാ. അത് തോട്ട് വരെ വല്ല ഷൂട്ടിംഗ് അല്ലേ ഇത്? സത്യാമേര മോളെ വെഡിങ് ആനിവേഴ്സറിയാ, മറക്കണ്ട. ധൈര്യമായിട്ടിരിക്കും ഗുരു, ഞാൻ ഏറ്റു കാര്യം. ഓ വാടാ വാടാ, ചാവാനാണ് ജീവിക്കാനുള്ള നീ കൂടെ വാ. ഓക്കെ ഓക്കെ എടാ, എല്ലായിടത്തും ഉള്ളേ. ഒന്നൂടെ. അപ്പൊ കേക്ക് കട്ട് ചെയ്താലോ?
പായസം റെഡിയായോ? മധുരം അല്പം കുറവാണല്ലോ. ആന്റി, പായസം. അയ്യോ, ഞാനങ്ങ് മറന്നുപോയി. വാ. അതെ, രണ്ടോടെ ഒന്ന് ചേർന്ന്. എന്താ ആന്റി ഇവളിവിടെ ചെയ്യുന്നേ? ശാലിനി, എന്താ എന്താ ഇവിടെ? എന്തു പറ്റി? നീ എന്താ ഇവിടെ ചെയ്യുന്നേന്ന്? പായസത്തിന് മധുരം കുറവായിരുന്നു, ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടതാ. നീ അധികം ഇളക്കല്ലേ. ഇത്രയും ചെയ്ത ഭാമാന്റിക്ക് അറിയില്ലേ പാകം നോക്കാനും മധുരം നോക്കാനും ഒക്കെ. ഞാൻ ചെയ്താ ഇപ്പൊ എന്താ കുഴപ്പം? നീ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. സുസ്മിതയെ കൊക്കെ തള്ളിയിട്ടവളല്ലേ നീ? പോ പോ പുറത്ത്. എടി, ഭാമാന്റി പറഞ്ഞത് കേട്ടില്ലേ? പോവാൻ. പോ. മധുരം കൂടുതൽ ചേർത്തെന്നാ തോന്നുന്നേ. രാഘവേട്ടന് അധികം മധുരം പാടില്ലെന്ന് അവൾക്ക് അറിയില്ലേ? ഇപ്പൊ ശാലിനി പഞ്ചസാര ഇട്ടത് നിങ്ങൾ കണ്ടത് നന്നായി ആന്റി. എന്റെ പണി എളുപ്പമായി. അതെ, ഇനി നിങ്ങൾ രണ്ടുപേരും ഒന്നും മാറിയുന്നേ. വിഷ്ണു ആശാനും കുഞ്ഞുകൂടെ ചേർന്ന് തന്നെ ഒരു ഫോട്ടോ എടുക്കട്ടെ. അല്ല, അത് ഓ അതാണ്. ചെല്ല്. ചെല്ലടാ അങ്ങോട്ട്. വാ, വന്നു പറഞ്ഞു. നിക്കുന്നേ കുഞ്ഞൊന്ന് ചേർന്ന് ചേർന്നേക്ക്. ചേർന്നില്ല ചേർന്നില്ല. ചേർന്നിക്ക്. ആ സ്മൈൽ. പായസം പ്രീതിക്ക് കൊടുക്കണ്ടേ ആന്റി? കൊടുക്കണം. ഫോട്ടോ സെഷൻ കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പായസം കൊടുക്കാം. നമുക്കിവിടെ അങ്ങോട്ട് പോവാം ആന്റി. കോമ്പിനേഷൻ ഫോട്ടോസ് വേണ്ടേ? ശരി, പോവാ. ഗ്യാസ് ഓഫ് ചെയ്തില്ല അല്ലേ? എന്റെ ഫോണ്. വാ, നമുക്ക് പോവാം ആന്റി. പോവാം, വാ. അതിന് സത്യം ഒന്നേ വാമേ മാർജിനേട്ടാ നടക്കൂടുന്നു. റെഡി. ഓക്കെ.
പ്ലാൻ നടപ്പാക്കാൻ ഇത് തന്നെ പറ്റിയ അവസരം. ഇപ്പൊ ഇത് പായസമല്ല, പോയിസണാ. പോയിസൺ. കാളകൂടത്തെ വെല്ലുന്ന കൊടും വിഷം. സോറി പ്രീതി, നീ വീണാലേ ശാലിനി എവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ എനിക്ക് കഴിയൂ. ഞാനൊന്നും അറിഞ്ഞില്ലേ. ഫോട്ടോ എല്ലാം ഗംഭീരമായിട്ടുണ്ട്. അപ്പൊ ആകാശാനെ അമ്മേ പായസം റെഡിയാ മോളെ, ഇപ്പൊ കൊണ്ടുവരാം. പിന്നെ എനിക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് മതി, ഇവിടെ പോലല്ല. ശരി. അതെ, അതാ നല്ലത്.
കേട്ടോ അച്ഛാ, ഈ വിഷ്ണുവാ കാര്യങ്ങളെല്ലാം ഏറ്റത്. ആ അതെ അവളുടെ പായസം എത്തിയിട്ടുണ്ട്. പായസം വന്നല്ലോ, ഇനി അവർക്ക് സമാധാനം. കഴിക്കുമോളെ, അമ്മ കോരിത്തരാം. ആ പ്രീതി എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. വിഷത്തിന് ഇത്രയും ടേസ്റ്റോ? അയ്യേ, പായസം കുറിച്ച് അർജുനേട്ടാ, അമ്മ സേമി പായസം എത്ര ഉണ്ടാക്കിയാലും ഞാൻ കഴിക്കും. രുചി അങ്ങനെയാ. അതെ, നിങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കേ, പായസം കുടിക്കുന്ന ഫോട്ടോകൾ എടുക്കാം. എടുത്തോ. ചേർന്നിരുന്നേ, എന്നിട്ട് ഇങ്ങോട്ട് നോക്കണേ. അങ്ങനെ മുഴുവൻ കഴിക്കണം. മുഴുവൻ കഴിച്ചോളാം ഞാൻ. ഓ, ഇങ്ങനെ ഒരു പായസം കൊതിച്ച്. അതെ, തൽക്കാലം ഇത്ര മതി. ഇപ്പൊ പൊട്ടും. ബൂം. അവളുടെ അനിയത്തി എന്തിനാ വന്നിരിക്കുന്നേ? ആർക്കറിയാം, ചിലപ്പോ എനിക്കെതിരെ പടയൊരുക്കത്തിനായിരിക്കും. എന്റെ മകനെ അടക്കം പ്രിയപ്പെട്ടതെല്ലാം എന്നെ നകറ്റുമെന്ന് വെല്ലുവിളിച്ചേക്കുമല്ലേ അവള്. അമ്മയുടെ അടുത്ത് കുറച്ചുനാൾ വന്ന് നിൽക്കണമെന്നും ഹോട്ടലിൽ വന്ന് സഹായിക്കണമെന്നൊക്കെ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അതിനൊന്നും പറ്റാത്തൊരു ചുറ്റുപാടില്ല ഞാനിപ്പോ. എന്താ ചേച്ചി, പ്രശ്നങ്ങൾ പിന്നെയും തലപൊക്കി തുടങ്ങിയോ? പ്രശ്നങ്ങള് പുതുതായിട്ടുണ്ടാകുന്നതല്ല മോളെ. ചിലര് എവിടെ ചെന്നാലും പ്രശ്ന. വാസ്തവത്തിൽ അവര് തന്നെയാ പ്രശ്നം. വലിയേച്ചി എന്താ ഈ പറയുന്നേ? എനിക്കൊന്നും പിടികിട്ടുന്നില്ല. മനസ്സിലാക്കി തരാം, നീ എന്റെ കൂടെ വാ. നീ പറഞ്ഞത് ഞാൻ അത്ര കണ്ട് വിശ്വസിക്കത്തില്ല. ഇന്നലെ വരെ പച്ചവെള്ളം ചവച്ചരച്ചോണ്ട് നടന്ന പെണ്ണ പെട്ടെന്നൊരു ദിവസം പുലിയാവുന്നത് എങ്ങനാ? അതിന് എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാ ശ്യാമ വന്നിരിക്കുന്നെ. വിഷം തീണ്ടലിന് ശേഷമുള്ള ചികിത്സ അമ്മയ്ക്ക് ഇതുവരെ മുഴുവനായിട്ടില്ല. കുറച്ചു നാള് വിശ്രമം വേണമെന്നാ വൈദ്യര് നിർദ്ദേശിച്ചിരിക്കുന്നത്. ശ്യാമയ്ക്ക് പഠിക്കാനുണ്ട്. വീട്ടിലെ കാര്യങ്ങളും ഹോട്ടലും എല്ലാം അമ്മയെ കൊണ്ട് ഒറ്റയ്ക്ക് ഓടത്തില്ല. എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കുറച്ചു ദിവസം ചെന്ന് സഹായത്തിന് നിൽക്കാൻ പറഞ്ഞു. നിന്റെ അമ്മയ്ക്ക് വിശ്രമം വേണമെങ്കിലേ അവര് വിശ്രമിച്ചോട്ടടി. അവരോട് ഹോട്ടൽ നടത്താൻ എന്താ ഞാൻ പറഞ്ഞോ? ഹോട്ടൽ നടത്തി പണപ്പെട്ടിലേക്ക് ഇടുന്നത് പുളിങ്കുരുവൊന്നും അല്ലല്ലോ. പറയുന്നത് കേട്ടാ തോന്നും ആദ്യം നിന്നുള്ള വിഹിതം കൊണ്ടാ ഇവിടെ കുടുംബം പുലരുന്നേന്ന്. പെൺമക്കളെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കണമെന്നുള്ളവരെ അവരെ കെട്ടിച്ചു വിടരുത്. നിന്റെ അമ്മയ്ക്ക് മാത്രമൊന്നും അല്ല അസുഖം. ഇവിടെയുള്ള ഞങ്ങൾ രണ്ടുപേരും അസുഖമുള്ളവരാ. അധികം വിസ്താരം വേണ്ട. വലിയേച്ചി, എന്നെ പറഞ്ഞയക്കാൻ മനസ്സുണ്ടോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാ മതി. മനസ്സില്ലടി. നീ എന്ത് ചെയ്യോ ഞാനത് കാണട്ടെ. പോകണമെന്ന് ഞാൻ തീരുമാനിച്ചാ പോയിരിക്കും. എന്നാ പിന്നെ നീ പാടി ചവിട്ടില്ല. വിജയലക്ഷ്മിയെ പറയുന്നേ.